Welcome back to Max class. Chapter 7 Time Goes On. Time. Next, let us get into the topic time. Do you know how to look the time in this type of clock? ഇങ്ങനത്തെ ക്ലോക്കിൽ ടൈം നോക്കാൻ അറിയോ? How many students to look the time in this type of clock? Just comment in the comment box, write your name and class. Okay? ഇങ്ങനത്തെ ക്ലോക്കിൽ ടൈം നോക്കാൻ അറിയുന്ന കുട്ടികൾ അവരുടെ നെയിമും ക്ലാസ്സും കമന്റ് ബോക്സിൽ എഴുതാം. ഓക്കെ? Look this clock. Here 3 hands are there. This is our hand. This small hand is our hand. Then small hand is our hand. Then this hand, this long hand is minute hand. Then here a very long hand. What is the name of this? Second hand. This is called a second hand. We want only these 2 hands to look the time. This is not important to look time. Reading time. The face of the clock is marked with the numerals 1 to 12. In the clock, the short hand is hour hand. It shows hours. In the clock, the long hand is called minute hand. It shows minutes. Next topic, hours. The short hand of the clock at 1, the long hand of the clock at 12. The time is 1 o'clock. നമ്മൾ ടൈം പറയുമ്പോൾ ആദ്യം നോക്കേണ്ടത് സ്മോൾ ഹാൻഡിലോട്ടാണ്. നമ്മൾ സ്മോൾ ഹാൻഡിലാണ് നമ്മൾ ഫസ്റ്റ് ടൈം പറയുക. അപ്പോൾ സ്മോൾ ഹാൻഡ് 1ലാണ്. അപ്പോൾ നമ്മൾ 1 വെച്ചിട്ടാണ് പറയുക. അപ്പോൾ 1ലും സ്മോൾ ഹാൻഡ് 1ലും ലോങ് ഹാൻഡ് 12ലുമാണ്. അപ്പോൾ നമ്മൾ 1 o'clock എന്ന് പറയും. ഓക്കെ, വി റൈറ്റ് ഇറ്റ് ആസ് 01.00. നമ്മൾ ഡിജിറ്റൽ ക്ലോക്കിലൊക്കെ എങ്ങനെ ടൈം എഴുതുക? ഇതുപോലെയല്ലേ, 01.00 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 o'clock എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ ഷോർട്ട് ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് അറ്റ് 3 ആൻഡ് ലോങ് ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് ഈസ് അറ്റ് 12. ഷോർട്ട് ഹാൻഡ് എവിടെ നോക്കൂ. അപ്പോൾ ടൈം പറയൂ. എന്നിട്ട് ഷോർട്ട് ഹാൻഡ് എവിടെയാണ്? 3ലാണ് അല്ലേ. സോ ദ ടൈം ഈസ് 3 o'clock. We write it as 3.00. Now small hand is on 5, then long hand is on 12. Tell time. Yes, 5 o'clock. Now small hand is on 9, long hand is on 12. Tell time. Small hand is on 9. Tell time. Yes, 9 o'clock. Now small hand is on 11, long hand is on 12. Tell time. Yes, 11 o'clock. Look at this clock. Where are the hands? Both hands on 12. 2 hands on 12ലാണ് അല്ലേ. So what is the time now? Yes, 12 o'clock. Next topic, minutes. The minute hand is much faster than the hour hand. ഈ മിനിറ്റ് ഹാൻഡ് ഈ ഹവർ ഹാൻഡിനേക്കാളും കുറച്ചും കൂടി സ്പീഡിലാണ് പോവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? മിനിറ്റ് ഹാൻഡ് ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 5 minutes മതി. എന്നാൽ ഹവർ ഹാൻഡ് ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർക്ക് എത്താൻ 1 മണിക്കൂർ വേണം. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് ക്ലോക്ക്. നോക്കൂ, അതിന് ഓരോ നമ്പറിൻ്റെ ഇടയിലും ചെറിയ ചെറിയ ഡോട്ടുകൾ കണ്ടോ? ഹൗ മെനി ഡോട്ട്സ് ആർ ദർ? 1 2 3 4 ഡോട്ട്സ് ഉള്ളിലുണ്ട്. പിന്നെ 5th ഡോട്ടാണ് 1 അല്ലേ. അപ്പോൾ ലോങ് ഹാൻഡ് 1ലെത്തുമ്പോൾ 5 minutes ആയിരിക്കും. ദെൻ 1 കഴിഞ്ഞാൽ 6 7 8 9 10. 2ലെത്തുമ്പോൾ 10 minutes ആവും. ദെൻ 3ലെത്തുമ്പോൾ 15. ദെൻ 4ലെത്തുമ്പോൾ 20. ദെൻ 5th 25. ദെൻ 6ലെത്തുമ്പോൾ 30. 7th 35. 8th 40. 9th 45. 10th 50. then 11th എത്തുമ്പോൾ 55. then 12th 60. ഈ ലോങ് ഹാൻഡ്
ഒരു 12 മുതൽ അടുത്ത 12 വരെ എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ സ്മോൾ ഹാൻഡ് ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പറിലെത്തുക. സോ 1 hour ഈക്വൽ ടു 60 മിനിറ്റ്സ്. അതായത് ഈ ഹവർ ഹാൻഡ് ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പറിലേക്ക് എത്തുമ്പോഴേക്കും 60 മിനിറ്റ്സ് ആകും. സോ 1 hour ഈക്വൽ ടു 60 മിനിറ്റ്സ്. ലുക്ക് അറ്റ് ദിസ് ക്ലോക്ക്. ദ സ്മോൾ ഹാൻഡ് ഈസ് ഓൺ 1. ദെൻ long hand is on 2. So what is the time now? Small hand എവിടെയാണോ അവിടെയാണ് ഫസ്റ്റ് ടൈം പറയുക. അപ്പോൾ 1. ഇനി നമ്മൾ മിനിറ്റ്സ് ആണ് പറയേണ്ടത്. അപ്പോൾ 2 വരെ എത്തുമ്പോൾ എത്ര മിനിറ്റ്സ് ആയിട്ടുണ്ടാവും? കൗണ്ട് ദ ഡോട്ട്സ് ഫ്രം 12. ആ 12 മുതലുള്ള ഡോട്ട്സ് എണ്ണി പോരണം. ആ 2 വരെ എത്തുമ്പോൾ മൊത്തം എത്ര ഡോട്ട്സ് ആയി എന്നാണ് നോക്കേണ്ടത്. 12th ഡോട്ട്സ് എണ്ണേണ്ട കേട്ടോ. 12th ഡോട്ട്സ് കഴിഞ്ഞിട്ടുള്ള ഡോട്ട്സ് മുതൽ 2 വരെ എത്തുമ്പോൾ എത്ര ഡോട്ട്സ് ആയിട്ടുണ്ടാവും നോക്കുക. ഡിഡ് യു കൗണ്ട് കൗണ്ട് ചെയ്തോ നിങ്ങൾ? ഓക്കെ, എത്ര കിട്ടി? യെസ്, 10 ഡോട്ട്സ് അല്ലേ. സോ 10 മിനിറ്റ്സ്. സോ ദ ടൈം ഈസ് 1:10. ഓക്കെ, ദാറ്റ് ഈസ് 1 hour and 10 minutes. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ സ്മോൾ ഹാൻഡ് ഈസ് ബിറ്റ്വീൻ 4 and 5. 4ൻ്റെയും 5ൻ്റെയും ഇടയിലാണ് സ്മോൾ ഹാൻഡ്. 4ന്ന് പോരും ചെയ്തുകൊണ്ട് 5ൽ എത്തിയിട്ടുമില്ല. അപ്പം നമ്മൾ 4 വെച്ചിട്ടാണ് ടൈം പറയുക. സ്മോൾ ഹാൻഡ് എവിടെയാണോ അവിടെ നിന്നാണ് ടൈം പറയുക പറഞ്ഞല്ലോ. സോ വി കാൾ ടൈം ഫ്രം 4ൽ നിന്നാണ് നമ്മൾ ടൈം പറയുക. അപ്പോൾ 4 hour then minutes. Check minutes. How many minutes are there now? Where is minutes hand? Minutes hand on 6. So 6 എത്തുമ്പോൾ എത്ര മിനിറ്റ്സ് ആയിട്ടുണ്ടാവും? കൗണ്ട് ഫ്രം 12 മുതൽ എണ്ണി നോക്കൂ. 6-ലെത്തുമ്പോൾ ഓക്കെ. നിങ്ങൾക്ക് എളുപ്പം ആൻസർ കിട്ടാൻ വേണ്ടി 1 മുതൽ 5, 10, 15, 20, 25, 30 അങ്ങനെ ചൊല്ലിയാൽ മതി. അപ്പോൾ 6 എത്തുമ്പോൾ 30 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 12 മുതൽ സ്മോൾ ഡോട്ട്സ് ഇങ്ങനെ എണ്ണി 6 വരെ എണ്ണി വരാം. അപ്പോൾ എത്ര വരും? 30. So time is 4 hour and 30 minutes. That is 4:30. Look at this. What is the time now? Small hand is on 6. Long hand is on 12. So time is 6 o'clock. Tell time now. Yes, 8 o'clock. Now small hand in between 3 and 4. 3ൻ്റെയും 4ൻ്റെയും ഇടയിലാണ്. 4ൽ എത്തിയിട്ടില്ല. സോ അപ്പോൾ നമ്മൾ 3 വെച്ചിട്ട് പറയും. 3 then 10-ലെത്തുമ്പോൾ എത്ര മിനിറ്റ്സ് ആവുമെന്ന് കൗണ്ട് ചെയ്യൂ. യെസ്, 3 hour 50 minutes. Then next one. The small hand is in between 7 and 8. 7ൻ്റെയും 8ൻ്റെയും ഇടയിലാണ്. 8-ലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ 7 വെച്ചിട്ടാണ് പറയേണ്ടത്. ഓക്കെ. Then long hand is on 8. 8 എത്തുമ്പോൾ എത്ര മിനിറ്റ്സ് ആയിട്ടുണ്ടാവും? ചെക്ക് ചെയ്യൂ. 5, 10, 15, 20, 25, 30, 35, 40 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. സോ ടൈം ഈസ് 7:40. വാട്ട് ഈസ് ദ ടൈം നൗ? 3:25. 5-ലെത്തുമ്പോൾ 25. 5, 10, 15, 20, 25. See this one. What is the time now? 3 പോന്നിട്ടുണ്ട്. അപ്പോൾ 3 വെച്ചിട്ടാണ് പറയുക. ദെൻ 4-ലോട്ട് എത്തിയിട്ടുണ്ടോ? ഇല്ല. നോക്കൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ 12 മുതൽ നമ്മൾ ആ സ്മോൾ ഡോട്ട് എണ്ണിയിട്ട് ഈ 4ൻ്റെ തൊട്ട് മുന്നിലുള്ള ഡോട്ട്സ് വരെ എത്ര ആയിട്ടുണ്ടാവും നോക്കാം. അല്ലെങ്കിൽ 4 എത്തുമ്പോൾ നമുക്കറിയാം 20 മിനിറ്റ്സ് ആണ്. 5, 10, 15, 20. പക്ഷേ 20ക്ക് എത്തിയിട്ടില്ല. 1 മിനിറ്റ് കുറവാണ് അല്ലേ. അപ്പോൾ എത്ര വരിക? 19. സോ 3 hours 19 minutes. All of you take this page. One day in the life of Kusum. Let us see what Kusum does every day. Write down the time for each picture. For some pictures the time is already written and you must draw the hands on the clock. In other you have to write the time shown by the clock. ചിലതിൽ ഹാൻഡ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം നിങ്ങൾ എഴുതണം. ചിലതിൽ ടൈം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഹാൻഡ്സ് നിങ്ങൾ വരയ്ക്കണം.
Okay? So, you do yourself. നിങ്ങൾ ട്രൈ ചെയ്യുക, അറിയില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. സ്വയം ചെയ്താൽ മാത്രമേ പഠിയുള്ളൂ. ഓക്കെ, ദിസ് പേജ് ഓൾസോ. നെക്സ്റ്റ് പേജ്. നൗ പ്രിപ്പയർ എ ചാർട്ട് ഷോവിങ് യുവർ ഓൺ ഡെയിലി റൂട്ടീൻ. അതായത് നിങ്ങൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ചാർട്ട് ഉണ്ടാക്കുക. ടൈം ഓഫ് ദ ഡേ ഇൻ വേർഡ്സ് ഓൺ ദ ക്ലോക്ക്. വാട്ട് ഡു യു ഡു അറ്റ് ദിസ് ടൈം? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഒരു ദിവസം നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് എന്താ ചെയ്യുക? എണീക്കുക ചെയ്യുക അല്ലേ, വേക്കപ്പ്. സോ യു ക്യാൻ റൈറ്റ് ടൈം ഫസ്റ്റ് ഇൻ വേർഡ്സ്. നിങ്ങൾ 6 o'clock എണീക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഹിയർ അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. ദെൻ യു ക്യാൻ ഡ്രോ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് ഹിയർ. ദെൻ റൈറ്റ് വാട്ട് ഡു യു ഡു അറ്റ് ദിസ് ടൈം. ഈ ടൈം നിങ്ങൾ എന്താണോ ചെയ്യണമെങ്കിൽ അത്. വേക്കപ്പ്, എണീക്കല്ലേ. സോ റൈറ്റ് ദർ വേക്കപ്പ്. സോ ലൈക്ക് ദിസ് യു വാണ്ട് ടു കംപ്ലീറ്റ് ദ ഫോളോയിങ്. നിങ്ങൾ ഒരു ദിവസം എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് അതിൻ്റെ ടൈമും പിന്നെ അത് ഹാൻഡ്സ് വരക്കും ചെയ്യാം. ഓക്കെ, സോ ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. We can take a new chapter in the next class. Okay, thank you. Have a nice day.